തുമ്മ യുകബ്ബിറു റാബിഅ, നാലാമത്തെ തക്ബീർ ചൊല്ലുക. വയുസല്ലിമു തസ്ലീമതൻ വാഹിദതൻ അൻ യമീനിഹി, എന്നിട്ട് വലതു ഭാഗത്തേക്ക് ഒരു തവണ സലാം വീട്ടുക. വയുസ്തഹബ്ബു അൻ യർഫഅ യദൈഹി മഅ കുല്ലി തക്ബീറത്തിൻ, ഓരോ തക്ബീറിന്റെ സമയത്തും കൈകൾ ഉയർത്തുക എന്നുള്ളത് എന്താണ്? സുന്നത്താൻ. അല്ലാഹു അക്ബർ എന്ന ആദ്യ തക്ബീർ ചൊല്ലുമ്പോൾ കൈകൾ ഉയർത്തുക, രണ്ടാമത്തെ തക്ബീർ, മൂന്നാമത്തെ തക്ബീർ, നാലാമത്തെ തക്ബീർ, ഇങ്ങനെ 4 തക്ബീറുകൾ ചൊല്ലുമ്പോൾ ഓരോ തക്ബീറിന്റെ കൂടെയും കൈകൾ ഉയർത്തുക എന്നത് സുന്നത്താണ്. ഇവിടെ ഷെയ്ഖ് പറഞ്ഞത് വയുകബ്ബിറു റാബിഅ, നാലാമത്തെ തക്ബീർ ചൊല്ലുക എന്നിട്ട് സലാം വിട്ടുക എന്നതാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആല പറയുന്ന അഭിപ്രായം. അപ്പൊ ഷെയ്ഖിന്റെ അഭിപ്രായത്തിൽ നാലാമത്തെ തക്ബീറിന് ശേഷം എന്തില്ല? പ്രാർത്ഥന ഇല്ല. എന്നാൽ കുറച്ചും കൂടി ശരിയായ അഭിപ്രായം വല്ലാഹു അലം, നാലാമത്തെ തക്ബീറിന് ശേഷം എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇതിൽ 4 മദ്ഹബിൽ, ഹനഫി മദ്ഹബിലും ഹംബലി മദ്ഹബിലും എന്തില്ല? നാലാമത്തെ തക്ബീർ കഴിഞ്ഞാൽ പ്രാർത്ഥന ഇല്ല. എന്നാൽ ഷാഫിഈ മദ്ഹബിലും മാലിക്കി മദ്ഹബിലും എന്തുണ്ട്? നാലാമത്തെ തക്ബീർ കഴിഞ്ഞാൽ പ്രാർത്ഥനയുണ്ട്. ആ അഭിപ്രായമാണ് കുറച്ചും കൂടി പ്രമാണങ്ങളോട് യോജിച്ച അഭിപ്രായമായിട്ട് മനസ്സിലാകുന്നത്. നാലാമത്തെ തക്ബീർ കഴിഞ്ഞാലും മയ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുക എന്നതാണ്. അതിനുള്ള തെളിവ് എന്താണെന്ന് വെച്ചാൽ, അബ്ദുല്ലാഹി ബിൻ അബി ഔഫ, അദ്ദേഹത്തിൻ്റെ മകള് മരിച്ച സമയത്ത് അദ്ദേഹം നിസ്കരിച്ചു, ജനാസ നിസ്കരിക്കുകയാണ്. അപ്പോൾ ജനാസ നിസ്കരിക്കുമ്പോൾ 3 തക്ബീറുകൾ കഴിഞ്ഞ് 4ാമത്തെ തക്ബീർ കെട്ടിയിട്ട്, സാധാരണ 1ാമത്തെ 2ാമത്തെ തക്ബീറിന് അത്ര ദൈർഘ്യമായിട്ട് അദ്ദേഹം നിന്നു ഞാൻ. അപ്പോൾ നിസ്കാരം കഴിഞ്ഞപ്പോൾ ആളുകൾ ചോദിച്ചു എന്താണ് സംഭവം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രാർത്ഥന എന്ത് ചെയ്തിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അങ്ങനെ രൂപം വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല, ഇമാം ഷൗക്കാനി റഹിമഹുല്ല ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളത് 4ാമത്തെ തക്ബീർ കഴിഞ്ഞ് മിണ്ടാതിരിക്കുന്നതിനേക്കാളും നല്ലത് എന്താണ്? പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, നിസ്കാരത്തിൽ എവിടെ എന്തില്ല? നിശബ്ദമായി നിൽക്കുന്ന ഒരു സമയമില്ലല്ലോ. നിസ്കാരത്തിൽ എവിടെയും മിണ്ടാതെ നിൽക്കുന്ന ഒരു കർമ്മമില്ല. അതുകൊണ്ട് തന്നെ മിണ്ടാതെ നിൽക്കുക എന്നതിനേക്കാളും ആ 4ാമത്തെ തക്ബീർ കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അതിനുള്ള തെളിവാണ് ഈ പറഞ്ഞ അബ്ദുല്ലാഹി ബിൻ അബി ഔഫ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം. അതെ, അത് 3ാമത്തെ തക്ബീർ തന്നെ എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം. അപ്പൊ അല്ലാഹുമ്മ ഗഫിർ ലി ഹയ്യിന വ മയ്യിത്തിന എന്നൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെ എന്ത് ചെയ്യാം? നമുക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം, അപ്പോൾ തന്നെ മയ്യിത്തിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. ആ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നതാണ്.